ഇസ്രായേലിൻ്റെ ഗസ വംശഹത്യക്കെതിരെ തുടക്കം മുതൽ തന്നെ ലോകത്തിൻ്റെ നാനാകോണുകളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ശക്തമാണ്. ലോകരാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും മാത്രമല്ല, UN-ഉം മനുഷ്യാവകാശ സംഘടനകളും ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ഇസ്രായേലിനെതിരെ രംഗത്തെത്തുകയും ഫലസ്തീനെതിരായ വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ അതിൻ്റെ അംഗങ്ങൾക്കിടയിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഗാന മത്സരമായ യൂറോവിഷനിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. യൂറോവിഷനിലെ മുൻ മത്സരാർത്ഥികളായ 72 സംഗീതജ്ഞരാണ് ഈ ആവശ്യം ഉന്നയിച്ച് യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയന് കത്ത് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെയും ഇസ്രായേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായ ക്യാനെയും വിലക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇസ്രായേലിന് ഇനിയും പ്രാതിനിധ്യം നൽകുന്നതിലൂടെ യൂണിയൻ ആ രാജ്യത്തിൻ്റെ കുറ്റകൃത്യങ്ങളെ സാധാരണവൽക്കരിക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നുവെന്നാണ് ആ തുറന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് സംഗീതജ്ഞൻ മേ മുള്ളർ, അയർലൻഡിലെ ചാർലി മക്ഗറ്റിഗൻ, പോർച്ചുഗീസ് ഗായകൻ ഫെർണാണ്ടോ ടോർഡോ എന്നിവരുൾപ്പെടെയുള്ള മുൻ മത്സരാർത്ഥികളാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഗസയിലെ ഫലസ്തീനുകൾക്കെതിരായ വംശഹത്യയും ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന വർണ്ണവിവേചനവും ഫലസ്തീൻ ജനങ്ങൾക്കെതിരായ സൈനിക അധിനിവേശവും മുൻനിർത്തി ഇസ്രായേലിനെ ഒഴിവാക്കണമെന്നാണ് ഗായകർ കത്തിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷം സ്വീഡനിൽ നടന്ന യൂറോവിഷൻ ഗാനമത്സരത്തിൽ ഗസയിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ ചർച്ചയായിരുന്നു. കോലാഹലങ്ങൾക്ക് ശേഷം ഇസ്രായേലിൻ്റെ ഏദൻ ഗോലാൻ 5ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഗസ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് സമാനമായ മറ്റൊരു നിവേദനത്തിൽ 56,000-ത്തിലധികം ആളുകൾ ഒപ്പിട്ടിരുന്നു. മാത്രമല്ല, ഐസ്ലാൻഡിലെ സംഗീത സംവിധായകരുടെയും ഗാനരചയിതാക്കളുടെയും അസോസിയേഷനും യൂറോപ്പിലുടനീളമുള്ള 1400 വ്യവസായ പ്രൊഫഷണലുകളും ഏദൻ ഗോലാനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തവണ യൂറോവിഷൻ ഗാന മത്സരത്തിൻ്റെ ഫൈനൽ മെയ് 17-ന് സ്വിറ്റ്സർലൻഡിലെ ബാസലിലാണ് നടക്കുക. അന്ന് ഇസ്രായേലി മത്സരാർത്ഥിയായ യുവാൽ റാഫേൽ ന്യൂ ഡേ വിൽ റൈസ് എന്ന ട്രാക്ക് അവതരിപ്പിക്കും. ഈ സാഹചര്യത്തിലാണ് വിലക്കണമെന്ന ആവശ്യവുമായി മുൻ മത്സരാർത്ഥികൾ രംഗത്തെത്തിയത്. ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റർ കോർപ്പറേഷനായ കാൻ വംശഹത്യയ്ക്കൊപ്പം നിൽക്കുകയാണെന്നും കത്തിൽ ആരോപിക്കുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 2022-ൽ റഷ്യയെ മത്സരത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് EBU ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. റഷ്യയ്ക്ക് ഒരു നിയമവും ഇസ്രായേലിന് മറ്റൊന്നുമാവാൻ സമ്മതിക്കില്ല, മാൾട്ടയിൽ നിന്നുള്ള 2010-ലെ മത്സരാർത്ഥിയായ തിയ ഗാരറ്റ് പറഞ്ഞു. ഗായകർ, ഗാനരചയിതാക്കൾ, സംഗീതജ്ഞർ, യൂറോവിഷനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മറ്റുള്ളവർ എന്നീ നിലകളിൽ EBUവിനോടും അതിലെ എല്ലാ പ്രേക്ഷക അംഗങ്ങളോടും ഇസ്രായേലിനെതിരെ ഇപ്പോൾ തന്നെ നടപടിയെടുക്കാനും സംഗീതോത്സവത്തിന് കൂടുതൽ അപകീർത്തിയും തടസ്സവും ഉണ്ടാക്കുന്നത് തടയാനും തങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇസ്രായേലിനെ യൂറോവിഷനിൽ നിന്ന് ഒഴിവാക്കണം, സംഗീതജ്ഞർ കൂട്ടിച്ചേർത്തു. 2023-ൽ ഒരു ടാങ്ക് ഷെല്ലിന് സമീപം നിന്ന് ഒരു കാൻ ജേർണലിസ്റ്റ് ഇസ്രായേൽ സൈനികരുമായി തമാശ പങ്കിടുന്നത് പുറത്തു വന്നതോടെയാണ് മത്സരത്തിൽ ഇസ്രായേലിൻ്റെ പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള വിവാദം തുടങ്ങിയത്. ചൊവ്വാഴ്ച ഫലസ്തീൻ അനുകൂല ബഹിഷ്കരണങ്ങളും പ്രതിഷേധങ്ങളും മൂലം ഓഡിയോ ഹെഡിൻ്റെ ജോണി ഗ്രീൻവുഡും ഇസ്രായേലി സംഗീതജ്ഞൻ ഡുഡു ടാസയും UK-യിൽ നടത്താനിരുന്ന 2 സംഗീത പരിപാടികൾ റദ്ദാക്കിയിരുന്നു. യൂറോവിഷനിൽ ഇത്തവണ വീണ്ടും ഇസ്രായേലിനെ പങ്കെടുപ്പിച്ചാൽ ബഹിഷ്കരണം ശക്തമാകാനാണ് സാധ്യത.